PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി 10th പ്രിലിംസിന് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി എടുത്തു വരികയാണല്ലേ. ഇന്ന് നടന്ന LGS പരീക്ഷയുടെ 4ാം ഘട്ടത്തിന് ചോദ്യപേപ്പർ നിങ്ങൾ കണ്ടൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ എടുത്തു പോയ ക്ലാസ്സുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം 10th പ്രിലിംസിനും LGSനും വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഈ വീഡിയോ ക്ലാസ് കാണുന്നവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം അത്രയും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 10th പ്രിലിംസ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാണ് നമ്മൾ 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ടൈം ടേബിൾ എടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസ്സുകൾ മുന്നോട്ട് പോന്നിട്ടുണ്ട്. ഏകദേശം സിലബസ് തീരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രവൃത്തി ആൻഡ് ബലം എന്ന ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് 7/12/2024 പ്രവൃത്തിയും ബലത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. ബലം എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ നമുക്ക് ബലത്തെ ഡിഫൈൻ ചെയ്യാം ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തേ, എന്താണ് ബലം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം, അല്ലേ? ഒരു വസ്തുവിനെ നമുക്ക് മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ശക്തിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ബലം എന്ന് വിളിക്കുന്നത്. ഇവിടെ ചോദ്യം നോക്കിക്കേ, 10th ലെവൽ പ്രിലിം സ്റ്റേജിൽ 4 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം എന്ന് വിളിക്കുന്നത്. ഇനി ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണല്ലേ. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ SI യൂണിറ്റ്. അങ്ങനെയാണ് ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്തായിരിക്കും? ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനാണ് കേട്ടോ. എന്താണ്? ഡൈനാണ് ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടണും ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനുമാണ്. ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം എന്ന് വിളിക്കുന്നത്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്തളക്കാനുള്ള ഏകകമാണ്? ബലം അളക്കാനുള്ള ഏകകമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ചോദിച്ചേക്കുന്നത്? ഏതാ ബലത്തിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 10th ലെവൽ പ്രിലിം സ്റ്റേജ് 6ൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താ? ഡൈനും. ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ഏത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി കണ്ടാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടില്ല. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിയിൽ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ഭൂഗുരുത്ത ബലം, ഇലാസ്തികത ബലം, പുനഃസ്ഥാപന ബലം, ഘർഷണ ബലം. ഏതാണ് പറയുന്നതിലെ ഒരു അടിസ്ഥാന ബലം എന്ന് പറയുന്നത്? ഭൂഗുരുത്ത ബലമാണ് അടിസ്ഥാന ബലമായിട്ട് വരുന്നത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം കൂടിയാണ് കേട്ടോ ഭൂഗുരുത്ത ബലം. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഏത്? ഭൂഗുരുത്ത ബലം. അപ്പോൾ ഈ ഭൂഗുരുത്ത ബലം കൂടാതെ പ്രകൃതിയിലെ മറ്റുള്ള ബലങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുത കാന്തിക ബലം, ക്ഷീണ ആണവ ബലം, പ്രബല ആണവ ബലം എന്നിവയൊക്കെ എന്താണ്? പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളാണ് കേട്ടോ. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങൾ ഏതൊക്കെയാണ്? ഭൂഗുരുത്ത ബലം, വൈദ്യുത കാന്തിക ബലം, ക്ഷീണ ആണവ ബലം, അതുപോലെ തന്നെ പ്രബല ആണവ ബലം എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളാണ്. അതിനകത്ത് ഏറ്റവും ശക്തി കുറഞ്ഞുള്ള ബലം ചോദിക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തി കൂടിയ ബലം ഏതായിരിക്കും? പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണെങ്കിൽ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണ് കേട്ടോ. ഏതാണ്? ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം എന്ന് പറയുന്നത്. പിണ്ഡമുള്ള 2 വസ്തുക്കളെ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. എന്താ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ? പിണ്ഡമുള്ള 2 വസ്തുക്കൾ തമ്മിലുള്ള
പരസ്പര ആകർഷണ ബലത്തെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്ന ഈ ഗുരുത്വാകർഷണ ബലമാണ്. എന്താണ്? ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്ന എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ ഈ ഗുരുത്വാകർഷണങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമേ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണല്ലേ. ഏതാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബലങ്ങളൊന്ന് ക്രമീകരിച്ച് എങ്ങനെ വരും? ആദ്യം ഏത് വരും? ഭൂഗുരുത്വ ബലം, ഏറ്റവും കുറഞ്ഞ ബലം. പിന്നെ ക്ഷീണ ആണവ ബലം, മറ്റൊന്ന് വൈദ്യുത കാന്തിക ബലം, മറ്റൊന്ന് പ്രബല ആണവ ബലം. ആ ഒരു ഓർഡറിലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് മറ്റുള്ള വിവിധ തരം ബലങ്ങളെക്കുറിച്ച് പഠിക്കാം. വിവിധ തരം തരത്തിലുള്ള ബലങ്ങളുണ്ടല്ലേ. ഏതൊക്കെ? ഘർഷണ ബലമുണ്ട്, അതുപോലെ തന്നെ ഏത് ബലമുണ്ട്? പ്ലവക്ഷമ ബലമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പിന്നെ കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലങ്ങളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ബലങ്ങളുണ്ട്. ഓരോ ബലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ബലമാണ് ഹർഷണ ബലം എന്ന് പറയുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? താഴെ പറയുന്നവയിൽ സമ്പർക്ക ബലം ഏതെന്ന് ചോദിച്ചേക്കും. സമ്പർക്ക ബലമാണ് ഏത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. ഘർഷണ ബലം എന്താണ്? ഒരു സമ്പർക്ക ബലമാണ്. എന്താണ് സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ? വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലം. എന്താണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ. പലതരത്തിലുള്ള സമ്പർക്ക ബലമുണ്ട്. ഏതൊക്കെയാ? ഉദാഹരണം പറയുവാണെങ്കിൽ വിസ്കസ് ബലം, പ്രതല ബലം, ഹർഷണ ബലം, ഇലസ്റ്റിക് ബലം എന്നൊക്കെ എന്താണ്? അതൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. സമ്പർക്ക ബലം എന്താ? വസ്തുക്കളെ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. ഉദാഹരണം ചോദിക്കുവാണെങ്കിലോ വിസ്കസ് ബലം, പ്രതല ബലം, ഹർഷണ ബലം, ഇലസ്റ്റിക് ബലം ഇതൊക്കെ എന്താണ്? സമ്പർക്ക ബലമാണ്. ഇനി എന്താണ് സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ? സമ്പർക്കരഹിത ബലം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അത് സമ്പർക്ക ബലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? സമ്പർക്കരഹിത ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം. മറ്റു വസ്തുവുമായി സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണെങ്കിൽ ഇത് വസ്തുവുമായി സമ്പർക്കത്തിലില്ലാതെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ഏത്? സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം പറഞ്ഞേ. ഏതൊക്കെയാ? ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ഘർഷണ ബലവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ബലങ്ങളാണുള്ളത്. ഏതൊക്കെ? സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. എന്താണ് സമ്പർക്ക ബലം? വസ്തുക്കളെ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലം, അതാണ് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. വിസ്കസ് ബലം, പ്രതല ബലം, ഹർഷണ ബലം, ഇലാസ്റ്റിക് ബലം ഒക്കെ ഈ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. സമ്പർക്ക ബലത്തിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. അതായത് എന്താണ്? വസ്തുവുമായി സമ്പർക്കമില്ലാതെ, അവിടെ എന്താ കോൺസെപ്റ്റ് വരുന്നത്? സമ്പർക്കം. എൻ്റെ സമ്പർക്കത്തിലൂടെയാണെങ്കിൽ സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം, അതാണ് സമ്പർക്കരഹിത ബലം. ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം ഇതൊക്കെ ഇതിന് ഉദാഹരണത്തിൽ പെടുന്നവയാണ്. ഇനി പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണെന്ന്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ് അല്ലേ. ഏതാണ്? ഘർഷണ ബലമാണ് അതിന് ഉദാഹരണമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു വസ്തുവിൽ ചലനത്തിന് ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഒരു വസ്തുവിൻ്റെ ചലനത്തെ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണെന്ന്. ഏതാണ്? നെഗറ്റീവാണ്. ഏതാണ്? നെഗറ്റീവാണ്. ഉരുൾ ഹർഷണം നിരങ്ങൽ ഹർഷണത്തേക്കാൾ എങ്ങനെയായിരിക്കും? ഉരുളൽ ഹർഷണം നിരങ്ങൽ ഹർഷണത്തേക്കാൾ എപ്പോഴും കുറവായിരിക്കും. എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് എന്ത് മൂലമാണെന്ന്. എന്ത് മൂലമാണ്? നിരങ്ങൽ ഹർഷണം മൂലമാണ്. എന്താണ്? നിരങ്ങൽ ഹർഷണം മൂലമാണ് അല്ലേ. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഹർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കും? ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഹർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമെന്ന് ഓർക്കുക. അപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുണ്ട് നീങ്ങുന്ന അനുഭവപ്പെടുന്ന ഹർഷണബലം അതിനെന്ന് വിളിക്കുന്നു ഉരുളൽ ഹർഷണം. എന്താണ്? ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ബലം അതിനെന്ന് വിളിക്കുന്നു ഉരുളൽ ഹർഷണം. ഇനി എന്താണ് നിരങ്ങൽ ഹർഷണം?
ഇതുപോലെ തന്നെ അല്ലേ, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരങ്ങി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലം, ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നത് നിരങ്ങൽ ഹർഷണവും, ഒരു വസ്തു മറ്റു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഉരുളൽ ഹർഷണവുമാണ്. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. ഇനി ഹർഷണം കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെ നമുക്ക് ഹർഷണം കുറയ്ക്കാം? ഒന്ന് മിനുസപ്പെടുത്തലിലൂടെ കുറയ്ക്കാം, മറ്റൊന്ന് സ്നേഹങ്ങൾ ഉപയോഗിച്ച് കുറയ്ക്കാം. സ്നേഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ഈ സ്നേഹങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. സ്നേഹങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, ഗ്രീസൊക്കെ സ്നേഹങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഹർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന സ്നേഹം ചോദിക്കുകയാണെങ്കിൽ അത് ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. മാറിപ്പോവരുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹർഷണം കുറയ്ക്കാനായി വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ഈ സ്നേഹകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഗ്രീസ്, വെളിച്ചെണ്ണ, ആ ഒരു പിടുത്തം, അതായത് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ ഈ ഗ്രീസ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഈ കർഷണബലം കുറയ്ക്കാനായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർഷണം കുറയ്ക്കാനും യന്ത്രങ്ങളുടെ ഖരരൂപത്തിലുള്ള സ്നേഹം ചോദിക്കുകയാണെങ്കിൽ അത് ഗ്രാഫൈറ്റ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി ദ്രാവകത്തിൻ്റെ ഒരു വസ്തു ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ തത്വം ആരുടേതാണ്? ദ്രാവകത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസിൻ്റെതാണ് അല്ലേ. ആരുടേതാണ്? ആർക്കിമിഡീസിൻ്റെതാണെന്ന് ഓർക്കുക. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആ അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആർക്കിമിഡീസ് തത്വമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആർക്കിമിഡീസ് തത്വമായിട്ടാണിത് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് കൂടി ഓർക്കുക. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കണം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് കൂടി. അതുപോലെ തന്നെ നമ്മൾ ഈ ആർക്കിമിഡീസിൻ്റെ തത്വം പഠിച്ചു അല്ലേ. ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം വസ്തുവിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ദ്രവം വസ്തുവിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലത്തെ പ്ലവക്ഷമ ബലം എന്നാണ് വിളിക്കുന്നത്. ഒരു വസ്തു ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലമാണ്. എന്താണ്? ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം ആണെന്നുകൂടി ഓർക്കുക. കപ്പൽ കടലിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? പ്ലവക്ഷമ ബലമാണല്ലേ. അപ്പോൾ കപ്പൽ കടലിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താ? ഈ പ്ലവക്ഷമ ബലം കൊണ്ടാണ് കപ്പൽ കടലിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇനി കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്ത് തന്നെയാണ്? കല്ലിന് ജലത്തിനുള്ളിൽ നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ഈ പ്ലവക്ഷമ ബലം തന്നെയാണ് കേട്ടോ. എന്താണ്? കല്ലിന് ജലത്തിനുള്ളിൽ ഈ ഒരു ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താ? ഈ പ്ലവക്ഷമ ബലം കൂടിയാണെന്ന് ഓർക്കുക. അതുപോലെ യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായ തെരുവിലൂടെ ഓടി ശാസ്ത്രജ്ഞൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആരാ? ആർക്കിമിഡീസ് ആണ്. അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും നിർമ്മാണം ബന്ധപ്പെട്ട തത്വമാണ് ആർക്കിമിഡീസ് തത്വം. എന്താണ്? അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും നിർമ്മാണവും ബന്ധപ്പെട്ട തത്വം ഏതാണ്? അത് ആർക്കിമിഡീസ് തത്വമാണെന്ന് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്താണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലത്തെക്കുറിച്ചും അഡീഷൻ ബലത്തെക്കുറിച്ചുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൊഹിഷൻ ബലം, എന്താണ് അഡീഷൻ ബലം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് പാസ്കൽ നിയമത്തെക്കുറിച്ച് നോക്കാം കേട്ടോ. പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേന്ദ്രീകൃത ദ്രവ്യത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഒരു കേന്ദ്രീകൃത സ്ഥാനത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലം എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഒരേപോലെ വ്യാപിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമമാണ് ഏത്? പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ്സിൻ്റെയും ഹൈഡ്രോളിക് ജാക്കിൻ്റെയും ഒക്കെ, അത് ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമമാണ് ഈ പാസ്കൽ നിയമം കേട്ടോ. പാസ്കൽ നിയമം പലതവണ ഈ ഒരു ബലവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഒരു കേന്ദ്രീകൃത ദ്രവ്യത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കുമെന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏത്? പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഈ പാസ്കൽ തത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും മാത്രം കൂടാതെ എന്താണ്? ഹൈഡ്രോളിക് പ്രസ്, അതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഈ ഒരു പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്ലഷ് ടാങ്ക്, മണ്ണുമാന്ത്രി യന്ത്രം തുടങ്ങിയവയും പ്രവർത്തിക്കുന്നത് ഈ ഒരു പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയതാണെന്ന് കൂടി ഒന്ന് ഓർക്കുക.
ഇനി നമുക്ക് അഡ്ഹീഷനത്തെക്കുറിച്ചും കൊഹിഷൻ ബലത്തെക്കുറിച്ചും പഠിക്കാം കേട്ടോ. എന്താണ് കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ? ദ്രാവക ഉപരിതലത്തിൽ തന്മാത്രകളുടെ പ്രതലത്തിന് കാരണം എന്താണ്? ഈ ഒരു ബലമാണ്. അപ്പോൾ ദ്രാവക ഉപരിതലത്തിൽ തന്മാത്രയുടെ പ്രതല ബലത്തിന് കാരണമായിട്ടുള്ള ബലം ഏതാണ്? അത് കൊഹിഷൻ ബലമാണ് കേട്ടോ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഒരേ ഇനത്തിൽപ്പെട്ട തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലത്തെയാണ് കൊഹിഷൻ ബലം എന്ന് വിളിക്കുന്നത്. ദ്രാവക ഉപരിതലത്തിൽ തന്മാത്രയുടെ പ്രതല ബലത്തിന് കാരണമായ ബലം, ദ്രാവക ഉപരിതലത്തിൽ ഒരു പ്രതല ബലം ഉണ്ടാകുന്നതിന് കാരണം എന്താ? ഈ ഒരു കൊഹിഷൻ ബലമാണ്. അതായത് ജലത്തുള്ളികളുടെ തന്മാത്രകൾ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഈ ഒരു കൊഹിഷൻ ബലമാണ്. തന്മാത്രയുടെ തുള്ളികൾ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഈ ഒരു കൊഹിഷൻ ബലമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താ? പ്രതല ബലമാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണവും എന്ത് തന്നെ? ചോദ്യം തിരിച്ചു ചോദിച്ചെന്നുള്ളൂ. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്താ? പ്രതല ബലമാണ്. ഓർക്കണേ. അടുത്ത ചോദ്യം, ക്യാപ്പിലറി കുഴലിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം എന്ത്? എന്താ? അതും പ്രതല ബലമാണ് കേട്ടോ. ക്യാപ്പിലറി കുഴലിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണം പ്രതല ബലമാണ്. ഇനി ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമേ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമേ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം എത്ര മടങ്ങാകും? രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാണ് കേട്ടോ ആകുന്നത്. ഇനി രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയാവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങായിട്ടാണ് മാറുന്നത്. അതൊന്നും മറന്നു പോകാതെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അഡ്ഹീഷൻ ബലവും കൊഹിഷൻ ബലവും പഠിച്ചപ്പോൾ എന്താണ്? കൊഹിഷൻ ബലം എന്താണെന്ന് പറഞ്ഞു അല്ലേ? കൊഹിഷൻ ബലം എന്തായിരുന്നു? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. അങ്ങനെ അഡ്ഹീഷൻ ബലം എന്തായിരുന്നു? നേരെ ഓപ്പോസിറ്റ്, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളതാണ് ഏത്? അത് കൊഹിഷൻ ബലം എന്ന് പറയും. ജലത്തുള്ളികൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കൊഹിഷൻ ബലവുമായി ബന്ധപ്പെട്ടാണ്. അഡ്ഹീഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിളിലൂടെ പറയാം? ജലത്തുള്ളികൾ ജനഗ്ലാസിൽ പൊട്ടിപ്പിടിച്ച് നിർത്തുന്നത്. ജലത്തുള്ളികൾ നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ ജനഗ്ലാസിന് ഒട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ. എന്തുകൊണ്ടാണ്? ജലത്തുള്ളി എന്ന് പറയുന്നതും ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്ത ഇനമാണ്. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഒരു ആകർഷണ ബലം, അതാണ് ജലത്തുള്ളികൾ ഇങ്ങനെ എന്താണ്? ആ ജനൽക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതുപോലെ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ബോർഡ് പൊടി ഇപ്പോൾ ഇങ്ങനെ ആ ബോർഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണമല്ലോ ചോക്ക് പൊടി. അതും എന്താണ്? അതും ഒരു അഡ്ഹീഷൻ ബലമാണ്. അതുപോലെ തന്നെ ഒരു ഈർക്കിളി ജലത്തിൽ മുക്കിയിട്ട് ആ ഈർക്കിളി പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈർക്കിളിയിൽ ജലത്തുള്ളികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അതും എന്തിനു ഉദാഹരണമാണ്? അതും ഒരു അഡ്ഹീഷൻ ബലത്തിന് ഉദാഹരണമാണ്. അതുപോലെ വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതിന് കാരണം എന്തു തന്നെയാണ്? ഈ ഒരു അഡ്ഹീഷൻ ബലം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം എന്ന് നമുക്ക് നോക്കാം. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണബലത്തെയാണ് എന്ന് വിളിക്കുന്നത് വിസ്കസ് ബലം എന്ന് വിളിക്കുന്നത്. വെള്ളത്തേക്കാൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എണ്ണ, തേന്, ഗ്ലിസറിൻ, ആവണക്കെണ്ണയൊക്കെയാണ് വെള്ളത്തേക്കാൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ. അപ്പോൾ ഈ താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയും കേട്ടോ. അതും കൂടെ നോക്കണേ. എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബലവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് പ്രവൃത്തിയെക്കുറിച്ച്.
എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കപ്പെടും അല്ലേ. ഒരു വസ്തുവിന് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലേക്ക് സ്ഥാനാന്തരം ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാനായിട്ട് പറ്റും. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് കേട്ടോ. ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണെന്ന് കൂടി ഓർക്കുക. 1 ജൂൾ എന്താണ്? 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇനി ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് എതിർദിശ സ്ഥാനാന്തരം മടക്കുമ്പോൾ ആ ബലം ചെയ്ത പ്രവൃത്തി എങ്ങനെയായിരിക്കും? ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് എതിർദിശയിലാണ് സ്ഥാനാന്തരം മടക്കുന്നതെങ്കിൽ അവിടെ ബലം പ്രയോഗിക്കുന്ന പ്രവൃത്തി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? എതിർദിശയിലായതുകൊണ്ട് തന്നെ അതെന്താണ്? അതൊരു നെഗറ്റീവ് പ്രവൃത്തി ആയിരിക്കും. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ ആ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? അത് നമ്മൾ തള്ളി സൈഡിലേക്ക് തന്നെയാണത്. ആ ഒരു വസ്തുവിന് മാറ്റം ഉണ്ടായതുകൊണ്ട് ആ ഒരു പ്രവൃത്തി എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കാണ് ആ വസ്തു ഒന്ന് മൂവ്മെൻറ്റ് ചെയ്തതെങ്കിൽ ആ പ്രവൃത്തി പോസിറ്റീവും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിന് എതിർദിശയിലേക്കാണ് അത് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് നെഗറ്റീവുമായിരിക്കും എന്ന് ഓർക്കുക. തറ പ്രയോഗിച്ച് ഘർഷണബലം ചെയ്ത പ്രവൃത്തി എങ്ങനെയായിരിക്കും? തറ പ്രയോഗിച്ച് ഘർഷണബലം ചെയ്ത പ്രവൃത്തി എപ്പോഴും നെഗറ്റീവുമായിരിക്കും കേട്ടോ. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും കേട്ടോ. 0 ആയിരിക്കും. എന്താണ്? തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഇനി തലയിൽ ചുമടുമായി പടവുകൾ കയറുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? ഒരാൾ തലയിൽ ചുമടുമായി നടന്നു നീങ്ങുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി 0യും തലയിൽ ചുമടുമായി പടവുകൾ കയറുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനത്തെ ആയിരിക്കും? അത് പോസിറ്റീവുമായിരിക്കും കേട്ടോ. ഇനി ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുമ്പോൾ വസ്തുവിൽ സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? അതായത് ഒരു വ്യക്തി ഒരു ലോഹപ്പെട്ടി തള്ളുകയാണ്, ആ വസ്തുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, തള്ളിയിടത്തേക്കൊന്നും വെട്ടി പോകുന്നില്ല അല്ലെങ്കിൽ അനങ്ങുന്നില്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? അയാൾ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? സ്ഥാനാന്തരം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പ്രവൃത്തി 0 ആയിരിക്കും എന്ന് ഓർക്കുക കേട്ടോ. സ്ഥാനാന്തരം ഉണ്ടാകാതെ എന്താണ്? ചെലുത്തപ്പെടുന്ന ബലം എത്ര വലുതായാലും, അതായത് നമ്മൾ ഒരു വസ്തുവിനെ നീക്കാൻ ബലം പ്രയോഗിക്കുന്നു, അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല, കാരണം വസ്തു നീങ്ങുന്നില്ല. അവിടെ നമ്മൾ എന്തോരം ബലം പ്രയോഗിച്ചാലും അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ എന്താണ്? പ്രവൃത്തി ഒന്നും ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ 0 ആയിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളൂ. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബലം അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. ബലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, വിവിധ തരത്തിലുള്ള ബലങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലേ, അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. LGS പരീക്ഷയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളത് ചെയ്തെടുത്തിട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.